നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിയെന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്കിടെ പുതിയ പോസ്റ്റ് പങ്കുവച്ച് അഖിൽ എന്നാടിയുടെ ഭാര്യ മേഘ നായർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചെങ്ങന്നൂരിലുള്ള എന്റെ അച്ഛന്റെ വീട്ടിൽ എന്ന അടിക്കുറിപ്പോടെ തന്റെ കുറച്ച് ഫോട്ടോകളാണ് മേഘ പങ്കുവച്ചിട്ടുള്ളത്. കമന്റ് ബോക്സിൽ മേഘയെ പിന്തുണച്ചും വിമർശിച്ചും ആളുകൾ എത്തുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുമ്പോഴും മറ്റൊരാളുടെ കൂടെ അല്ല എന്ന് തെളിയിക്കാനാണ് മേഘ ഈ നടത്തുന്ന ശ്രമം എന്നാണ് പോസ്റ്റിന് എല്ലാവരും പറയുന്നത്. അഖിലുമായുള്ള ബന്ധം മേഘ വേർപ്പെടുത്തിയോ എന്നതിലൊന്നും തന്നെ വ്യക്തതയില്ല. പുതിയ പങ്കാളിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒന്നും തന്നെ മേഘ പ്രതികരിക്കുന്നുമില്ല. ഈ വിവാദങ്ങൾക്കിടെ പുതിയ റീലുമായി അഖിൽ എന്നാടിയും രംഗത്ത് എത്തിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ റീല് വൈറലാവുകയും ചെയ്തിരുന്നു. ഫോട്ടോഗ്രാഫറായിട്ടായിരുന്നു അഖിൽ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് ക്ഷണിക്കുന്നവർ സുഹൃത്ത് ചടങ്ങിൽ എത്തുമ്പോൾ ക്യാമറ കൂടി കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നതായിരുന്നു റീല്. സുഹൃത്തിന്റെ സാന്നിധ്യമല്ല ക്യാമറയാണ് ആവശ്യം എന്നതായിരുന്നു റീലോടുകൂടെ പറയാൻ ശ്രമിക്കുന്ന സന്ദേശം. റീലിന്റെ അവസാന ഭാഗത്ത് ചിരിച്ചേ എന്ന് പറഞ്ഞാണ് അഖില് വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതേസമയം അഖിലോ മേഘയോ ആരും തന്നെ ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായിട്ടില്ല. പരാമർശങ്ങളൊന്നും തന്നെ നടത്തിയിട്ടുമില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. കാരണം മേഘ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം അഖിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇരുവരും വിളിപ്പിച്ച് കേസിൽ നിയമ നടപടികൾ തുടങ്ങി എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇരുവരും യാതൊരു തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാവരുത് എന്ന് ഇരുവരും പോലീസിൽ എഴുതി ഒപ്പിട്ടു എന്നും ഇരുവരും ഇപ്പോഴും ഈ വിഷയത്തിൽ അവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കാത്തതിന് കാരണം ഇതാണ് എന്നുമാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും പറയുന്നത്. വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളും വേർപിരിയലുകളും വളരെ വ്യക്തിപരമായതും മാനസികമായി പ്രയാസമുണ്ടാക്കുന്നതുമായ കാര്യങ്ങളാണ്. അതുമല്ല അഖിൽ ഒരു നടൻ കൂടിയായതുകൊണ്ട് തന്നെ ഇത് പരസ്യമായി ചർച്ച ചെയ്യപ്പെടുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാകാം അഖിൽ ഇത്തരമൊരു നിബന്ധന മുന്നോട്ട് വെച്ചത്. വിവാദങ്ങളെ നേരിട്ട് വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കുന്നതിന് പകരം തന്റെ ജോലിയായ കോമഡി റീലുകളിലൂടെയാണ് സർഗാത്മകമായ വീഡിയോകളിലൂടെയുമാണ് രസകരമായി മുന്നോട്ട് പോകുവാനാണ് അഖിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റീൽസ് വീഡിയോകളിൽ അഖിലിന് ഒപ്പം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ പെൺകുട്ടിയായിരുന്നു മേഘ നായർ. വിവാഹം ചെയ്യും മുൻപേ തന്നെ ഇവർ നിരവധി പ്രേക്ഷകരെ വാങ്ങിക്കൂട്ടിയിരുന്നു. 2024 അഖിലിന്റെയും മേഘയുടെയും വിവാഹം നടന്നത്. ശേഷം അഖിലും മേഘയും ചേർന്നുള്ള പോസ്റ്റുകളും മുൻപത്തെക്കാളും സജീവമായി തന്നെ ചെയ്യുവാനും തുടങ്ങിയിരുന്നു. കാര്യങ്ങൾ അന്വേഷിച്ച് വിളിച്ചവരോട് അഖിൽ പറഞ്ഞത് ഒരു കാര്യമായിരുന്നു: പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു, സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, പക്ഷെ അവളെ ഒന്നും പറയരുത്. അവൾ ചെയ്യാനുള്ളത് അവൾ എന്താണെങ്കിലും ചെയ്തു, അവൾക്ക് അതാകും ശരി എന്ന് തോന്നിക്കാണും. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ ഇല്ല. സംഭവിച്ചത് സംഭവിച്ചു, ഞാൻ തിരിച്ചു വരും. ഇതൊന്നും ഒരു അവസാനമല്ല. അടുത്ത ഓപ്ഷൻ എന്തായാലും തിരഞ്ഞെടുക്കും. അതുമായി മുന്നോട്ട് പോവുക എന്നതാണ് അഖിൽ പറഞ്ഞത്. പിന്നാലെ അഖിൽ വളരെ വ്യത്യസ്തമായൊരു റീൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ചിരിച്ചേ എന്ന അടിക്കുറിപ്പോടെയാണ് അഖിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കിടെ പുതിയ റീലും പങ്കുവച്ചത്. അത് അതിവേഗത്തിലാണ് വൈറലായി മാറിയത്. ആ വീഡിയോ 27 മില്യൺ ആളുകളാണ് കണ്ടത്. നടൻ കാളിദാസ് ജയറാം, ഗായകൻ ഹനാൻ ഷാ, ഇൻഫ്ലുവൻസർമാരായ ദിയ കൃഷ്ണ, അപർണ തോമസ് എന്നിവർ നിരവധി പേരാണ് അഖിലിന്റെ റീലിന് കമന്റുമായി പിന്തുണയറിയിച്ച് എത്തിയത്.